എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഞ്ചാബി സമൂസയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സമൂസയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ സമൂസയുള്ളത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. ഈ നെയ്യിന് പകരം ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്, നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇതിലേക്ക് വേണ്ടത് അയമോദകമാണ്. അപ്പോൾ ഈ അയമോദകം ആണ് ഈ പഞ്ചാബി സമൂസയുടെ സീക്രട്ട്. ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിലാണ് ഞാൻ അയമോദകം എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ട് ഒരു മാവാക്കി എടുക്കണം. കുറച്ച് വെള്ളം ചേർത്തെടുത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോവരുത്. ഇതൊരു ടൈറ്റായിട്ടുള്ള ഒരു പരുവത്തിലായിട്ടാണ് മാവ് കിട്ടേണ്ടത്. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ കുഴക്കണ പോലെയുള്ള ലൂസായിട്ടുള്ള മാവല്ല, കുറച്ച് ടൈറ്റായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതേപോലെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കണം. അപ്പോൾ അപ്പോഴേക്കും ഇതൊന്ന് ഇറുകി പോവാതിരിക്കാൻ വേണ്ടി ഒരു നനഞ്ഞ കോട്ടൺ തുണി എന്തെങ്കിലും മുകളിലേക്ക് ഇട്ടെടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടോളം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചെടുക്കണം എന്നില്ല, ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ടെടുക്കാം. ചാറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ ചാറ്റ് മസാല ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത്. നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട് എങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും കൂടി കുഴച്ചെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ചെറിയ ഓരോ ഉരുളകളാക്കിയിട്ട് ആണ് പരത്തിയെടുക്കുന്നത്. ഇത് പരത്തിയെടുക്കാൻ വേണ്ടി കല്ലിൽ പൊടിയൊന്നും ഇട്ടെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. മാവിൽ നെയ്യ് ചേർത്ത് കുഴച്ചെടുത്തതുകൊണ്ടായിരിക്കും ഒട്ടിപ്പിടിക്കാത്തത്. അഥവാ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കുറച്ച് വലുപ്പത്തിലായിട്ട് പരത്തിയെടുക്കുക. അധികം തിന്നായിട്ട് പരത്തിയെടുക്കണ്ട, കുറച്ച് കട്ടിയിലായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇതേപോലെ 2 ആക്കി കീറിയെടുത്തതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് നമുക്ക് സമൂസയുടെ ആകൃതിയിലാക്കി ഒട്ടിച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഒട്ടിക്കണ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം.
ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. മുഴുവനായിട്ടും നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒരു പകുതി നിറച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് വെള്ളം ഇതേപോലെ തടവി കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു ഇതേപോലെ ചെറിയൊരു ഞൊറി ഇട്ടെടുത്തിട്ട് കൈകൊണ്ട് താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ആ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ലെവലിൽ കിട്ടാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കേണ്ടത്. ബാക്കിയുള്ള പീസും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. ഈ ഞെറി ഇട്ടെടുത്താലാണ് നമുക്ക് സമൂസേൻ്റെ ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് മസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. എണ്ണ നല്ലോണം ചൂടായാൽ ഫ്ലെയിം നല്ല ലോയിലായി വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. മാവ് കുറച്ച് കട്ടിയിലായതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. നാളെ മാവൊക്കെ നല്ല വെന്ത് കിട്ടുള്ളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മാവ് പെട്ടെന്ന് കറുത്തു പോകും, വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. രണ്ട് ഭാഗം നല്ല മുരിഞ്ഞു വന്നാൽ നമുക്ക് കോരിയെടുക്കാം. ഈ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചാബി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന സമൂസയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ സമൂസ ഉള്ളത്. അധികം പ്രയാസമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്